അതിനിടയിൽ മാതാവിന് സുരേഷ് ഗോപി വക കുറച്ചാളുകൾ ചെമ്പെന്നും സുരേഷ് ഗോപി തങ്കമെന്നും പറയുന്ന സ്വർണ്ണ കിരീടം. ജയിച്ചാൽ വീണ്ടും മാതാവിന് വാഗ്ദാനം. 20 സീറ്റ് ഇത്തവണ പിടിച്ചാലേ പറ്റൂ എന്ന് കരുതിയാണ് ഇറങ്ങിയത്. പക്ഷേ ഇത്തവണ ആ പരിപ്പ് വേവില്ലെന്നാണ് UDF തന്നെ തോന്നിയിട്ടുള്ളത്. BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയാൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും എന്നാണ് മുരളീധരന്റെ രാഷ്ട്രീയ നിരീക്ഷണം. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഉറപ്പിച്ചു പറയുന്നത്. തൃശൂരിലും ഗുരുവായൂരിലും പോളിംഗ് ശതമാനം ആവറേജിലും താഴെയാണെന്നും ഇവിടെയൊക്കെ തന്നെ ഇടതുമുന്നണി നേട്ടം ഉണ്ടാക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സുനിൽകുമാർ. അതായത് കോൺഗ്രസ് വോട്ടിൽ കാര്യമായ കുറവ് ഉണ്ടായതായി UDF ഭയപ്പെടുന്നുണ്ട്. അതെല്ലാം മിക്കവാറും BJPയിലേക്ക് തന്നെ എത്തിയിരിക്കാനാണ് സാധ്യത. അതിനായിട്ടാണ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ജാവദേക്കർ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിനെ പിൻപറ്റി മാത്രമാകാം K മുരളീധരന്റെയും UDF നേതാക്കളുടെയും ആശങ്ക. നമസ്കാരം. കുറെ കാലമായി, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന മണ്ഡലമാണ് തൃശൂർ. തൃശ്ശൂർ എടുക്കാൻ വേണ്ടി വർഷങ്ങളായി ആ ഭാഗത്ത് വീട് വാടകയ്ക്ക് എടുത്തു വരെ താമസിക്കുന്ന സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് അതിനുള്ള കാരണം. കുറച്ചുനാൾ ആയതുകൊണ്ട് തന്നെ ഇത്തവണ തൃശ്ശൂർ കിട്ടുമോ എന്നറിയാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണയാണ് തൃശ്ശൂരിലെത്തിയത്. കിട്ടുമോ കിട്ടില്ലയോ എന്നറിയാത്ത അവസ്ഥ. അതിനിടയിൽ മാതാവിന് സുരേഷ് ഗോപി വക കുറച്ചാളുകൾ ചെമ്പെന്നും സുരേഷ് ഗോപി തങ്കമെന്നും പറയുന്ന സ്വർണ്ണ കിരീടം. ജയിച്ചാൽ വീണ്ടും മാതാവിന് വാഗ്ദാനം. പിന്നെ ഭാരതരി വേവുന്ന നല്ല അടുക്കളകൾ. അങ്ങനെ പോകുന്നു തൃശ്ശൂരിനെ മയക്കാനുള്ള സുരേഷ് ഗോപിയുടെ ചെപ്പടി വിദ്യകൾ. അത് മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് സ്വർണ്ണ തളികയും. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞപ്പോൾ UDFിൽ നിന്ന് ആദ്യവട്ട നറുക്ക് വീണത് പ്രധാനമന്ത്രിയോട് കൈ ചൂണ്ടി സംസാരിച്ച TN പ്രതാപനായിരുന്നു. അതിനിടയിലാണ് ഒരു മറിമായമുണ്ടായത്. ചൂടുള്ള വാർത്തയുമായിട്ടായിരുന്നു ഒരു വാർത്താ ദിനത്തിന്റെ മധ്യാഹ്നം ചർച്ച തുടങ്ങിയത്. അത് മറ്റൊന്നുമായിരുന്നില്ല, പത്മജ നേരെ മറുകണ്ഠം ചാടി BJPയിലെത്തി. അതായിരുന്നു ആ വാർത്ത. അതോടെ ഓടിപ്പിടിച്ചുള്ള ഓട്ടങ്ങളായിരുന്നു. LDF ആദ്യം തന്നെ VS സുനിൽകുമാറിനെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ ഇറക്കാൻ തീരുമാനിച്ചിരുന്നു. പത്മജ പത്മം പിടിച്ചപ്പോൾ തന്നെ എന്തോ പന്തികേടുറപ്പിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റാനായിരുന്നു UDFന്റെ തീരുമാനം. മുരളീധരനെ വടകരയിൽ നിന്ന് വിളിച്ച് നേരെ തൃശ്ശൂരിലെത്തിച്ചു. സഹതാപ വോട്ടായിരുന്നോ UDFന്റെ ലക്ഷ്യം എന്നറിയില്ല. എന്തായാലും മുരളീധരൻ ജി എത്തിയതോടെ പ്രതാപൻ ജി ഔട്ട്. പിന്നെ മുരളീധരന് വേണ്ടി പോസ്റ്ററൊട്ടിക്കലും ചുവരെഴുത്തുമായി ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു പ്രതാപന്റേത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് നിലയിലെ കുറവ് വല്ലാതെ UDFനെ പിടിച്ചു കുലുക്കി. 20 സീറ്റ് ഇത്തവണ പിടിച്ചാലേ പറ്റൂ എന്ന് കരുതിയാണ് ഇറങ്ങിയത്. പക്ഷേ ഇത്തവണ ആ പരിപ്പ് വേവില്ലെന്നാണ് UDFന് തന്നെ തോന്നിയിട്ടുള്ളത്. അതിനിടയിൽ തൃശ്ശൂരിൽ പണി കിട്ടുമെന്ന് തന്നെ അവർ ഉറപ്പിച്ചു. എന്തായാലും 2-3 സ്ഥാനത്തിന് വേണ്ടി സുനിൽകുമാറും സുരേഷ് ഗോപിയും മത്സരിച്ചോട്ടെ എന്ന ഗീർവാണവുമായി ഇറങ്ങിയ മുരളീധരൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കളം മാറി ചവിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയാൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയായിരിക്കും എന്നാണ് മുരളീധരന്റെ രാഷ്ട്രീയ നിരീക്ഷണം. അതിന് കാരണമെന്ന് ചോദിച്ചാൽ K മുരളീധരൻ ഇങ്ങനെയാകും പറയുക. ഞാൻ പറയാം, ഇവിടെ ക്രോസ് വോട്ടിങ് കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു പൊസിഷൻ എത്തിയിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, കണക്കനുസരിച്ച് ഇവിടെ UDF 1ാം സ്ഥാനം, LDF 2ാം സ്ഥാനത്തുമാണ് വരേണ്ടത്. എന്നാൽ ഈ ഡീൽ എങ്ങനെ എന്തുമാത്രം ഫലപ്രദമായെങ്കിൽ സ്വാഭാവികമായും BJP 2ാം സ്ഥാനത്ത് വരും. അങ്ങനെ വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. എന്ന് വെച്ചാൽ വോട്ട് CPM മറിച്ച് BJPക്ക് കൊടുത്തു എന്നല്ലേ അർത്ഥം? 2-3 സ്ഥാനത്തിന് വേണ്ടി ഇടതുപക്ഷവും BJPയും മത്സരിച്ചോളൂ എന്ന് വലിയ വായിൽ പറഞ്ഞ മുരളീധരന് ഇതെന്ത് പറ്റി എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. സംഗതി കൈവിട്ടുപോയി, അത് തന്നെ. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഉറപ്പിച്ചു പറയുന്നത്. തൃശ്ശൂരിലും ഗുരുവായൂരിലും പോളിംഗ് ശതമാനം ആവറേജിലും താഴെയാണെന്നും ഇവിടെയൊക്കെ തന്നെ ഇടതുമുന്നണി നേട്ടമുണ്ടാക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സുനിൽകുമാർ. EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾ ഒരിക്കലും പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്നും ഇനി ബാധിക്കില്ലെന്നും ഏതാണ്ട് കോൺഗ്രസുകാർക്ക് തന്നെ ഉറപ്പായി തുടങ്ങി. അതുകൊണ്ട് 2ാം സ്ഥാനം പോലും നഷ്ടമാകുമോ എന്നാണ് ഇപ്പോൾ K മുരളീധരനുള്ള ആശങ്ക. കരുവന്നൂരും വേണ്ടും വിധം ചർച്ചയാക്കാനും UDFന് കഴിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെയാണ് UDFനെ വിറളി പിടിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് നോക്കാം. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഈ മണ്ഡലങ്ങളിലാകട്ടെ എല്ലായിടത്തും ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ കാരണം. അതിൽ 3 മണ്ഡലങ്ങൾ CPIക്ക് സ്വന്തവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം ലഭിക്കാനുള്ള യാതൊരു വിധത്തിലുമുള്ള പ്രത്യേക കാരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ UDFന് ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇത്തവണ പൊതുവെ ജനകീയനായ VS സുനിൽകുമാർ മത്സരിക്കുന്നു എന്നുള്ളതും UDFന് നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത്
വോട്ടെടുപ്പിന്റെ ശതമാനത്തിലുണ്ടായ കുത്തനെയുള്ള ഇടിവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഇഫക്റ്റിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ തെരഞ്ഞെടുപ്പിന്റെ നിരക്ക് 77.94%. എന്നാൽ ഇത്തവണ അത് 5.04% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചതോ അതുമല്ലെങ്കിൽ നിലവിലുള്ള MP TN പ്രതാപൻ മാറി പകരം മുരളീധരൻ മത്സരിച്ചതോ ഒന്നും തന്നെ തൃശൂരിലെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്ന് കാണാം. പൊതുവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധാരണ പോളിംഗ് നിരക്ക് മാത്രമാണ് 72.09% എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത സുനിൽകുമാറിന് തന്നെയാണെന്ന് K മുരളീധരൻ ഉറപ്പിച്ച് ധരിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ പരിശോധിക്കുമ്പോൾ ശക്തമായ ഒരു അടിയൊഴുക്ക് നടന്നു എന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസ് വോട്ടിൽ കാര്യമായ ഇടിവുണ്ടായതായി UDF ഭയപ്പെടുന്നുണ്ട്. അതെല്ലാം മിക്കവാറും BJPയിലേക്ക് തന്നെ എത്തിയിരിക്കാനാണ് സാധ്യത. സുരേഷ് ഗോപി ഇപ്പോഴും ആത്മവിശ്വാസക്കുറവൊന്നും തന്നെ പുലർത്തി കാണുന്നുമില്ല. മുരളീധരന്റെ ഈ പ്രസ്താവനയെ കഴിഞ്ഞ ദിവസമുണ്ടായ ദല്ലാൽ നന്ദകുമാറിന്റെ പ്രസ്താവനയുമായി അല്ലെങ്കിൽ ആരോപണവുമായി ചേർത്ത് വെച്ച് വേണം വായിക്കാൻ. ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതനുസരിച്ച് പ്രകാശ് ജാവദേക്കർ തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ നീക്കം നടത്തണമെന്നാണ് EP ജയരാജനോട് ആവശ്യപ്പെട്ടത് എന്നാണ്. അതിനായിട്ടാണ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ജാവദേക്കർ ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതിനെ പിൻപറ്റി മാത്രമാകാം K മുരളീധരന്റെയും UDF നേതാക്കളുടെയും ഈ ആശങ്ക. ഇവിടെയും UDFന്റെ ആശങ്കകൾ അവസാനിക്കുന്നില്ല. പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളായ 6 സ്ഥലങ്ങളിൽ 75% താഴെ മാത്രമാണ് പോളിംഗ് ശതമാനം. അതായത് തൃശൂർ 69.67%, ഗുരുവായൂർ 69.46%, മണലൂർ 71.4%, നാട്ടിക 72.15%, ഇരിഞ്ഞാലക്കുട 73.17%, ഒല്ലൂർ 73.25% എന്നിങ്ങനെയാണ് പോളിംഗ് നിരക്കുകൾ. പൊതുവെ പോളിംഗ് ശതമാനം കുറഞ്ഞ ഈ മണ്ഡലങ്ങളിൽ LDF മുന്നേറ്റം നടത്തുമെന്ന് തന്നെയാണ് പൊതുവെ കണക്ക് കൂട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സുനിൽകുമാറിന് മേൽ വിജയം നേടാൻ കഴിയില്ല എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. സുരേഷ് ഗോപിക്കുള്ള സാധ്യതകൾ പലപ്പോഴായി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് BJPയും വിലയിരുത്തുന്നത്. ആദ്യമുണ്ടായിരുന്ന മുന്നേറ്റം അവസാന ലാപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനാകട്ടെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ പോലും പ്രവർത്തകരോട് മോശമായി സംസാരിക്കുന്ന അടക്കമുള്ള പല കാര്യങ്ങളും തൃശ്ശൂരിലെ BJPക്കാർക്കിടയിൽ പോലും ഒരു ഇരട്ട മനസ്സുണ്ടാകാൻ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഘടകം പോലും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും സുരേഷ് ഗോപി 1ാം സ്ഥാനത്തേക്ക് എത്തും എന്ന് കരുതാനും വയ്യ. എന്നിരുന്നാലും കനത്ത മത്സരം തന്നെ നടന്ന തൃശ്ശൂരിൽ VS സുനിൽകുമാർ തന്നെ വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇതുവരെയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന കാര്യത്തിൽ UDFന് തന്നെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്തു തന്നെ ആയിരുന്നാലും അന്തിമ വിജയിയെ കണ്ടെത്താൻ നമുക്കൊക്കെ കാത്തിരുന്നേ മതിയാകും.